സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ഊഴത്തിലെ സുപ്രധാനമായ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിർണായകമായൊരു ഘട്ടമായി ഈ ബജറ്റിനെ വിശേഷിപ്പിക്കാം. സാമ്പത്തിക വളർച്ച, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ മൂന്ന് അടിസ്ഥാന ശിലകളിൽ ഊന്നിക്കൊണ്ടുള്ള ഈ വികസന രേഖയിൽ കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളെ കോർത്തിണക്കി ഒരു ബൃഹത്തായ ധാതു ഇടനാഴി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ദക്ഷിണേന്ത്യയുടെ വ്യവസായിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേരളത്തിലെ വിഴിഞ്ഞം മുതൽ ചവറ വരെയുള്ള പ്രദേശം കേന്ദ്രീകരിച്ച് ഉയരുന്ന റെയിൽ എർത്ത് കോറിഡോർ പദ്ധതി സംസ്ഥാനത്തിന്റെ ധാതു സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സഹായിക്കും. ചവറയിലെ കരിമണൽ നിക്ഷേപവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി ധാതു ഖനനവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ബജറ്റിലും സമാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത നീക്കം ഈ പദ്ധതിക്ക് വലിയ കരുത്താകും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 40,000 കോടി രൂപയുടെ പാക്കേജിൽ ഈ ധാതു ഇടനാഴിക്കും വലിയ സ്ഥാനമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുക്കൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ആഭ്യന്തരമായി കണ്ടെത്താനും പ്രോസസ് ചെയ്യാനും ഈ നീക്കം സഹായിക്കും. കേരളത്തിലെ തീരപ്രദേശങ്ങളിലുള്ള ധാതു സമ്പുഷ്ടമായ മണൽ നിക്ഷേപങ്ങളിൽ നിന്ന് മോണോസൈറ്റ് പോലുള്ള ധാതുക്കൾ വേർതിരിച്ചെടുത്ത് സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള വലിയ സാധ്യതകളാണ് ഇതുവഴി തെളിയുന്നത്. ഇതിലൂടെ കേരളത്തിന് 10,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. കേവലം ഒരു റെയിൽവേ അല്ലെങ്കിൽ റോഡ് ഇടനാഴി എന്നതിലുപരി രാജ്യത്തിന്റെ ആധുനിക വ്യവസായിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി ഈ ധാതു ഇടനാഴി മാറും. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ആരോഗ്യ മേഖലയ്ക്കും കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന മറ്റൊരു പ്രഖ്യാപനമാണ് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള നീക്കമാകുന്നത്. ബയോഫാർമ ശക്തി എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ പദ്ധതിക്കായി 10,000 കോടി രൂപയാണ് ധനമന്ത്രി നീക്കിവച്ചിരിക്കുന്നത്. ഔഷധ നിർമ്മാണ രംഗത്ത് ഇതിനോടകം തന്നെ കരുത്തുറ്റ അടിത്തറയുള്ള ഇന്ത്യയെ ലോകത്തിന്റെ തന്നെ മരുന്നുപുരയായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ലൈഫ് സയൻസ് പാർക്കുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെ ചരക്ക് നീക്കവും കയറ്റുമതിയും സുഗമമാക്കുന്നതിനായി കണ്ടെയ്നർ നിർമ്മിക്കുന്നതിനായി 5,000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണ സജ്ജമാക്കുന്നതോടെ കേരളത്തിൽ കണ്ടെയ്നറുകൾക്ക് വലിയ ആവശ്യമുണ്ടാകുമെന്നതിനാൽ ഈ തുക സംസ്ഥാനത്തെ അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ ഉണർവ് നൽകുകയും ചെയ്യും. പരമ്പരാഗത തൊഴിൽ മേഖലകളെ സംരക്ഷിക്കുന്നതിനായി മഹാത്മാഗാന്ധി ഹാൻഡിലൂം സ്കീം ഉൾപ്പെടെയുള്ള നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് പദ്ധതികൾക്കും ബജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ കൈത്തറി മേഖലയ്ക്കും കരകൗശല വിദഗ്ധർക്കും ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ നേരിട്ട് ലഭിക്കും. നെയ്ത്തുകാർക്ക് ആവശ്യമായ നൂലുകളും മറ്റും സബ്സിഡി നൽകുന്നതിനോടൊപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി ലഭ്യമാക്കാനും ബ്രാൻഡിങ്ങിനും ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകും. കൂടാതെ നൈപുണ്യ വികസനത്തിനായി സമർ 2.0 എന്ന പേരിൽ വിപുലീകരിച്ച പദ്ധതിയും പ്രഖ്യാപിച്ചു. കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിന് ആവശ്യം നൽകുന്നതാണ് സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഗവേഷണത്തിലുമായി മാറ്റിവെച്ചിരിക്കുന്ന തുകയും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% നിലനിർത്തുന്നതിനൊപ്പം എല്ലാവരെയും വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ തനതായ വിഭവങ്ങളുടെയും കഴിവുകളുടെയും കേന്ദ്ര പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും.